ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് PSC വേൾഡ്. അബീസ് PSC വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ചുവടെ പറയുന്നവയിൽ കേരള സംസ്ഥാനത്തെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ആണ് ചോദ്യം. ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. 1 and 3 എന്ന് പറയുന്നത് ശരി അല്ല. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണെന്ന് പറയുന്നതും ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളം എന്ന് പറയുന്ന ആ 2 ഓപ്ഷനാണ് ശരിയല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയൊന്ന് പഠിച്ചു വെച്ചാലോ? ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ലോട്ടറി സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അത് ശരിയാണ്. ലോട്ടറി സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പിന്നീട് 4ാമത്തെ ഓപ്ഷൻ, ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവുമാണ് കേരളം. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിപ്പോകാം. ലോട്ടറി സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവുമാണ് കേരളം. ഓക്കെ അല്ലേ ഈ ചോദ്യം? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്ന EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? അപ്പം നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടുള്ളത്. അപ്പം ഓപ്ഷൻ ഡി 1, 2, 3 1, 2, 3 ഓപ്ഷനുകൾ ശരിയാണ്. അപ്പം നമുക്കതെല്ലാം അങ്ങ് പഠിക്കാം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. 2ാമത്തെ ഓപ്ഷനാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ശരിയാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥയെ തുടർന്ന് സ്ഥാനം ഒഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാന അടിയന്തരാവസ്ഥ അത് പറയുന്ന ആർട്ടിക്കിൾ 356 ഇപ്പോൾ സംസ്ഥാന അടിയന്തരാവസ്ഥയെ തുടർന്നിട്ടാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത്. അങ്ങനെ സ്ഥാനം ഒഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥയെ തുടർന്ന് സ്ഥാനം ഒഴിഞ്ഞ ആദ്യ മുഖ്യമന്ത്രിയുമാണ് അദ്ദേഹം. 2 ചോദ്യം കംപ്ലീറ്റ് ചെയ്തു. 3ാമത്തെ ചോദ്യം, ചുവടെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ശരിയായത് ഏതല്ല? എന്താണ്? ദേശീയ ചിഹ്നങ്ങളാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2 and 4 നോക്കാം. ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗ ഡോൾഫിനാണ്. അത് ശരിയാണ്. ദേശീയ നൃത്തരൂപം എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഹോക്കിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ശരിയായിട്ടുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദേശീയ ജലജീവിയാണ് ഗംഗ. ഡാൽഫിൻ എന്നാണ് കൊടുത്തേക്കുന്നത്, ഡോൾഫിൻ എന്ന് വായിക്കുക. നൃത്തരൂപം ഭരതനാട്യമാണ്. ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. 1, 2 and 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇപ്പം നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? അത് വന്ദേ മാതരമാണ് അല്ലേ? ദേശീയ ഗാനമാണ് ജനഗണമന. അതറിയാമല്ലോ. ഓക്കെ. അടുത്ത ചോദ്യം, പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയക്കേണ്ട സമയപരിധിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയക്കേണ്ട സമയപരിധിയെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്?
അങ്ങനെ സമയപരിധിയില്ല, അതാണ് ആൻസർ. അതായത് എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വെച്ചിരിക്കാൻ കഴിയും, അതാണ് ശരിയായിട്ടുള്ളത്. എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വെച്ചിരിക്കാൻ കഴിയുമെന്നുള്ള ആൻസറാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുമായി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. അവിടെ ആൻസറായിട്ട് വരുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നിട്ടാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ശരിയായ പ്രസ്താവന. ഇപ്പം തൊട്ടടുത്ത് നടന്ന കുറേ എക്സാമുകളിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. ഉപരാഷ്ട്രപതിയെക്കുറിച്ചുള്ള ചോദ്യം, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ചോദ്യവും ക്ലിയർ ആയല്ലോ. അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അതും ശരി ഏതാണെന്ന് കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ്. അപ്പോൾ നമുക്ക് ആ ശരിയായിട്ടുള്ളത് മാത്രം അങ്ങ് പഠിക്കാം. 1, 2 and 4 ആണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ്. നമ്മുടെ പ്രധാനമന്ത്രി കേന്ദ്ര മന്ത്രിസഭയുടെ തലവനാണ്. നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനാണ്. പ്രധാനമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ, നീതി ആയോഗിൻ്റെ ചെയർമാൻ, ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ. 1, 2 and 4 ഇവിടെ ശരിയാണ്. അടുത്ത ചോദ്യം, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സംഭവങ്ങൾ, ലിസ്റ്റ് 2 തന്നിരിക്കുന്ന വർഷങ്ങൾ എന്നിവ ശരിയായിട്ട് ക്രമീകരിച്ച് ശരി ഉത്തരം എഴുതുക. ഇതാണ് ചോദ്യം. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്. എ എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. 1924 വൈക്കം സത്യാഗ്രഹം. ബി എന്ന് പറയുന്നത് 1 ആണ്. അതായത് പുന്നപ്ര വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരം. അടുത്തത് സി എന്ന് പറയുന്നത് 4 ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഇനി ഈഴവ മെമ്മോറിയൽ അത് 1896. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 1924 പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത് 1946. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ 1896. 1896. അപ്പോൾ വർഷങ്ങളും സംഭവങ്ങളും വൈക്കം സത്യാഗ്രഹവും കൂടാതെ ഗുരുവായൂർ സത്യാഗ്രഹം ഈ ഒരു ടോപ്പിക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചുരുക്കമാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. വൈക്കം സത്യാഗ്രഹം 1924, പുന്നപ്ര വയലാർ ആണെങ്കിൽ 1946, ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിൽ 1931, ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ 1896. ആ ചോദ്യവും ക്ലിയറായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെ സംബന്ധിച്ച് ശരിയായത്. അവിടെ നമുക്ക് 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയാണ് ഡോക്ടർ BR അംബേദ്കർ.
അടുത്തത് മെഹർ അഥവാ മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പ്രമുഖ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയാണ്. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ്. ആ ചോദ്യവും കഴിഞ്ഞു. അടുത്ത ചോദ്യം ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആമുഖം ഭരണഘടനയുടെ ഭാഗം അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? നിരവധി തവണ ചോദിച്ച ചോദ്യമാണ് ഇത്. ബേരുബാരി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് വിധിച്ചതാണ് ബേരുബാരി കേസാണ്. അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ്? അവിടെ 1, 2, 3, 4 എത്രയും ശരിയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ശരിയായതുകൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങ് പഠിക്കാം. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ്. സുപ്രീം കോടതിയാണെങ്കിൽ USA, റിപ്പബ്ലിക് ആണെങ്കിൽ ഫ്രാൻസ്, നിയമവാഴ്ചയാണെങ്കിൽ ബ്രിട്ടൻ. ഇപ്പോൾ അടിയന്തരാവസ്ഥയാണെങ്കിൽ ജർമ്മനിയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. സുപ്രീം കോടതി എന്ന ആശയം USA, റിപ്പബ്ലിക് എന്നത് ഫ്രാൻസ്, നിയമവാഴ്ച എന്നത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. USAയിൽ നിന്ന് തന്നെയാണ് ആമുഖം കടമെടുത്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥ ജർമ്മനി, സുപ്രീം കോടതി USA, റിപ്പബ്ലിക് ഫ്രാൻസ്, നിയമവാഴ്ച ബ്രിട്ടൻ. അടുത്ത ചോദ്യം അവശിഷ്ടാധികാരം എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? അവശിഷ്ടാധികാരം എന്ന് വെച്ചാൽ എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയിൽ പരാമർശിക്കാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അവശിഷ്ടാധികാരം എന്ന് വെച്ചാൽ എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയിൽ പരാമർശിക്കാത്ത വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരമാണ് അവശിഷ്ടാധികാരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം ചുവടെ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെടുന്ന വിശേഷണങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരിയായതാണ് ചോദ്യം. അപ്പോൾ 1, 2, 3, 4 ശരിയാണ്. 1, 2, 3, 4 ശരി. അപ്പോൾ നമുക്കിതെല്ലാം അങ്ങ് പഠിക്കാം. 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. 2-ാം പഞ്ചവത്സര പദ്ധതി മഹാലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. 9-ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി. 8-ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ. അപ്പോൾ ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക, 2-ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ മഹാലനോബിസ് മോഡൽ, 9-ാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. 8-ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ. ഓക്കെ അല്ലേ? പഠിക്കണേ, അത് കളയരുത്. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. എല്ലാവരും പഠിക്കുക. അപ്പോഴും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ വേഗത്തിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കിപ്പോയത്. ഇനി വരാനിരിക്കുന്ന ഏത് PSC എക്സാം ആയാലും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടും, ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. കാരണം നമ്മൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.